കൊല്ലത്ത് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അധിക്ഷേപ മുദ്രാവാക്യം ചിന്താ ജെറോം പങ്കെടുത്ത പ്രകടനത്തിലാണ് അധിക്ഷേപ മുദ്രാവാക്യം ഉയർന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഡിവൈഎഫ്ഐ പ്രകടനം. മനോജ് ഉണ്ട് വിവരങ്ങളുമായി. മനോജ് പറയൂ. ഈ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ, അതായത് കണ്ണൂരിൽ വെച്ച് ആരോഗ്യമന്ത്രിക്ക് നേരെ KSU പ്രവർത്തകർ അതിക്രമം നടത്തി എന്നുള്ളത് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടത്തിയ ഈ പ്രതിഷേധ പ്രകടനത്തിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം, അതായത് അധിക്ഷേപപരമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഉയർന്നു കേട്ടത്. ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ചിന്താ ജെറോം അടക്കം പങ്കെടുത്ത ഈ പ്രതിഷേധത്തിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർന്നു കേട്ടത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ഏറ്റുവിളിക്കുന്ന നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ SFI DYFI പ്രവർത്തകർ നടത്തുന്ന ഈ സമരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഈ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. ഇതിപ്പോൾ തീർത്തും, അതായത് സമൂഹത്തിൽ തന്നെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം, അതായത് ഏതൊരാളെയാണോ ലക്ഷ്യം വെക്കുന്നത് അയാളെ വീട്ടുകാരെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു അധിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഈ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. അതിന്റെ മുൻനിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന നേതാക്കളെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ SFI DYFI അതോടൊപ്പം തന്നെ CPM-ന്റെ നേതൃത്വത്തിലൊക്കെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതൃത്വം നൽകിയ CPM-ന്റെ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് DYFI-യുടെയും പ്രതിഷേധ പ്രകടനം നടന്നത്. എന്തായാലും യുവജന സംഘടനാ നേതാക്കളടക്കം നേതൃത്വം നൽകിയ ഈ പ്രതിഷേധ പ്രകടനത്തിലാണ് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം. അത് നമ്മൾ അല്പസമയം മുമ്പ് തന്നെ കേട്ടതാണ്. അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ടുള്ള പ്രകടനമാണ് പരസ്യമായി നടത്തുന്നത്. അത്തരം പ്രകടനങ്ങളുടെ മുന്നിൽ പല പ്രധാനപ്പെട്ട നേതാക്കൾ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി വരുന്ന ചിന്താ ജെറോമിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ മുന്നിൽ വലിയ അഭിമാനത്തോടു കൂടി നടന്നു പോവുകയാണ്. അത്തരം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.